ഹലോ മക്കളെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ ഇന്ന് സാറ് വന്നിട്ടുള്ളത് നിങ്ങളുടെ SS-ന്റെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. മക്കളെ, ആദ്യം വരുന്നത് നമ്മുടെ പാർട്ട് എയിൽ വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ഒരു ഓൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിൾ എഴുതാനാണ്. എന്താണ് ഒരു ഓൾ ഇന്ത്യ സർവീസിന് എന്തെഴുതാനാണ്, എക്സാമ്പിൾ എഴുതാനാണ്. മക്കളെ, ഇത് നോക്കുന്ന സമയത്ത് ഏതാണ് മക്കളെ ഒരു ഓൾ ഇന്ത്യ സർവീസ്? ഇതിൽ ഏതാണ് ഒരു ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്? അതെ, അത് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ്, IPS ആണ്. രണ്ടാമത്തെ ചോദ്യം, അഭിനവ ഭാരത സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ അഭിനവ ഭാരത സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ്. മക്കളെ, ആരാണ് മക്കളെ അഭിനവ ഭാരത സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്? മക്കളെ, അത് VD സവർക്കർ ആണ്. ആരാണ്? VD സവർക്കർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള സ്റ്റീൽ ഫാക്ടറി ഏതാണ് എന്നുള്ളതാണ്. ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള സ്റ്റീൽ ഫാക്ടറി ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് മക്കളെ? ഏതാണ്? അത് റൂർക്കേലയാണ്. ഏതാണ്? റൂർക്കേലയാണ്. നാലാമത്തെ ചോദ്യം, പെനിസുലാർ ഇന്ത്യയിലെ, അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് എന്നുള്ളതാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് എന്നുള്ളതാണ്. മക്കളെ, ഏതാണ്? അത് ആനമുടിയാണ്. നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടിയാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പൽ തന്നിട്ടുണ്ട്, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ഒരു സിമ്പൽ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഗോൾഡ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. മക്കളെ, ഏതാണ് ഈ ഒരു സിമ്പൽ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും. ഈ സിമ്പൽ എന്തിനെയാണ് മക്കളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതെ, അതെന്താണ്? അത് ഗോൾഡ് ജ്വല്ലറിയുടെ, അതായത് സ്വർണത്തിന്റെ ക്വാളിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിമ്പൽ കൊണ്ട് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. സെറ്റ് ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഈ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഗവേണൻസ് കൊണ്ടുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മക്കളെ, 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഒരു 4 പോയിന്റ് എന്ത് ചെയ്യാണ് സാറ് പറയാണ്. ഒന്നാമത്തേത്, IT-യുടെ സഹായത്തോടെ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർവീസുകൾ എന്ത് ചെയ്യാം, ലഭിക്കും, അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ്? IT-യുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് സർവീസുകൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത്, ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, നമ്മൾ കുറെ നേരമൊന്നും സർക്കാർ ഓഫീസുകളിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, കാത്തിരിക്കേണ്ടി വരില്ല. ഒരു സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കുറെ നേരം ഒന്നും എന്ത് ചെയ്യേണ്ടി വരില്ല, കാത്തിരിക്കേണ്ടി വരില്ല. മൂന്നാമത്തെ ചോദ്യം എന്താണ് മക്കളെ? വളരെ ചുരുങ്ങിയ ചെലവില് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗവൺമെന്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സേവനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ്? വളരെ ചുരുങ്ങിയ ടൈമിൽ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് സേവനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ് എന്താ മക്കളെ? increases the efficiency of the administration. നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണകേന്ദ്രങ്ങളുടെയും ഭരണ വിഭാഗങ്ങളുടെയും ഒക്കെ എന്ത് കൂടുന്നു, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. എന്താണ്? ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. ഈ ഗവേണൻസ് വഴി നമുക്ക് നമ്മുടെ ഭരണകേന്ദ്രങ്ങളുടെയും അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും ഒക്കെ കാര്യക്ഷമത എന്ത് ചെയ്യാൻ പറ്റുന്നു, വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. സെറ്റാണല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. മക്കളെ, എന്താണ് 7ാമത്തെ ചോദ്യം? എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? നമ്മുടെ സ്പേസ് റിസർച്ചിൽ, നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിലൊക്കെ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങൾ, ഒരു 3 നേട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ രംഗം അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് ബഹിരാകാശ ഗവേഷണത്തിൽ നേടിയിട്ടുള്ള 3 കാര്യങ്ങൾ, 3 നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 നേട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഒന്നാമത്തെ എന്താണ് മക്കളെ? ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഒരു ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് തുടങ്ങുന്നുണ്ട്. എന്താണ്?
ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം 1969 ISRO രൂപീകരിക്കുന്നുണ്ട്. 1969 ISRO രൂപീകരിക്കുന്നുണ്ട്. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പയിൽ ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1976 നമ്മൾ ആര്യഭട്ട സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട എന്ന് പറയുന്നത്, കൃത്രിമ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരുപാട് സ്പേസ് വെഹിക്കിൾസ്, അതായത് ബഹിരാകാശ പരിവേഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വെഹിക്കിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ സാറ്റലൈറ്റ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഏജൻസികൾ ആരംഭിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ പ്രതിരോധ രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അഗ്നി, പൃഥ്വി പോലുള്ള മിസൈലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപവൽക്കരിക്കുന്നുണ്ട്. ഡോക്ടർ രാമണ്ണയുടെയും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറ്റോമിക് എക്സ്പെരിമെന്റ്സ്, നമ്മുടെ അറ്റോമിക ഊർജവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഈ പോയിന്റുകൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് പറയാം. ഇനി മക്കൾക്ക് നമ്മുടെ മിഷനുകളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ബഹിരാകാശ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ചില മിഷനുകളുടെ പേരുകൾ കൂടെ എന്ത് ചെയ്യാൻ പറ്റുക, ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ചാന്ദ്രയാൻ, ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യ അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് ഒരു സ്പേസ് ഷട്ടിൽ വിക്ഷേപിക്കാനുള്ള പദ്ധതിയിലാണ്. അതുപോലെ തന്നെ സ്വന്തമായി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി ഗഗൻയാൻ എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദിത്യ എന്ന് പറയുന്ന ഒരു മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്, നമ്മളത് വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശുക്രനെ കുറിച്ച് പഠിക്കാൻ നമ്മളൊരു ശുക്രയാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ISROയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ചർച്ചകളിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റോട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാരണം ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യ നമ്മൾ ഈ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രയാൻ 3 സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിക്കുന്നതും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നതൊക്കെ എന്താണ്, ഈ അടുത്താണ്. ഈ അടുത്ത് 5ാമതായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ മക്കളെ, എട്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായിരുന്നു, നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഐഡന്റിഫൈങ് ദ ആപ്റ്റ് പേഴ്സൺ. നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ എന്താണോ അതുമായിട്ട് ചേരുന്ന, ആ ഒരു വിഷയവുമായിട്ട് ചേരുന്ന, നമുക്ക് ആവശ്യമുള്ള കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്ന ഒരാൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കണം, കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. കൂടാതെ എന്ത് ചെയ്യണം, ഫോർമുലേറ്റിംഗ് ആൻ ഐഡിയ ഓഫ് ദ ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ്. എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയണം എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശം ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി വെക്കണം. കൂടാതെ തന്നെ എന്ത് ചെയ്യണം, നല്ല കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സമയം കൃത്യമായി പാലിച്ചിരിക്കണം. ആ ഒരു സമയത്തെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മക്കളെ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പലതരത്തിൽ എഴുതാൻ കഴിയും, നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാൻ കഴിയും. പക്ഷെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് മാർക്ക് തരുന്ന കാര്യം പലപ്പോഴും കഷ്ടമാണ്, ടീച്ചേഴ്സ് പലപ്പോഴും തരാറില്ല. കാരണം എന്താണ്, ടെക്സ്റ്റിൽ കൃത്യമായിട്ടുള്ള പോയിന്റുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത്രമാത്രം എന്ത് ചെയ്യുക, ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. മക്കളെ, ഇനി ഒമ്പതാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. എന്താണ്, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ ഹിമാലയൻ നദി എന്ന് പറഞ്ഞാൽ? ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പോൾ ഉപദ്വീപീയ നദി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന്, ആ ഒരു പ്ലേറ്റ്യൂ റീജിയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക്, ഹിമാലയൻ നദികൾക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപദ്വീപീയ നദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ
കുറച്ച് ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ഒരു കാച്ച്മെന്റ് ഏരിയ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ഇറോഷൻ ഇവിടെ കാണുന്നുണ്ട്, ഹിമാലയൻ നദികളിൽ കാണുന്നുണ്ട്. നമ്മൾ ഉപദ്വീപീയ നദിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഇന്റൻസീവ് ഇറോഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഈ ഒരു ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള ഈ ഒരു ചാർട്ടിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, 3 മാർക്കിനാണ്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു 3 പോയിന്റുകൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കുക. സെറ്റാണല്ലോ. അത് 3 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിനൊക്കെ ചോദിക്കാം. നമ്മൾക്കിപ്പോൾ ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിനാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റുകൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, നമ്മുടെ 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഉപഭോക്തൃ കോടതികൾ, കൺസ്യൂമർ കോർട്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കൺസ്യൂമർ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട, ഉപഭോക്തൃ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മക്കളെ, ഇവിടെ കൺസ്യൂമർ കോർട്ട് എത്ര തരമുണ്ട് എന്നുള്ള കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. അതിന്റെ ചില സവിശേഷതകൾ മാത്രമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എഗെയിൻ 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് 3 പോയിന്റുകളായിട്ട് തന്നെ പറയാം. ഒന്നാമത്തേത് സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്, ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ് വളരെ പെട്ടെന്ന് നീതി നടപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീതി ലഭിക്കുന്നുണ്ട്, ഫാസ്റ്റ് അഷ്വറൻസ് ഓഫ് ജസ്റ്റിസ് ആണ്. മൂന്നാമത്തേത് ചെലവ് വളരെ കുറവാണ്, കോടതി ചെലവ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ 3 പോയിന്റുകൾ. ഒന്ന്, കോടതി ചെലവ് വളരെ കുറവാണ്, വളരെ പെട്ടെന്ന് നീതി ലഭ്യമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, നടപടിക്രമങ്ങൾ എന്താണ്, വളരെ ലളിതമാണ്. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ, നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാച്ച് ദ കോളംസ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ആദ്യം വരുന്നതാണ് വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ചേരുന്ന ആരാണ് മക്കളെ, അത് ടി.കെ. മാധവനാണ്. പിന്നെ വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് വരുന്നതാണ് കെ.കെ. അളപ്പൻ. പിന്നെ വരുന്നതാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായിട്ട് വരുന്നത് ബാരിസ്റ്റർ ജി.കെ. പിള്ളയാണ്. ഈഴവ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ആര്, ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ മക്കളെ. ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ കാര്യം എന്ത് ചെയ്യണം, പഠിച്ച് സെറ്റാക്കി വെക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. എന്താണ്, മൗണ്ട് ബാറ്റൺ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട, മൗണ്ട് ബാറ്റൺ പ്ലാനിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രൊപ്പോസലിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലുണ്ടായിരുന്ന 1ാമത്തെ പോയിന്റ് എന്താണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം വിഭാഗത്തിനായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. മുസ്ലിം വിഭാഗത്തിനായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. 2ാമത്തെ പോയിന്റ്, പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കണം. എന്താണ്, പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കണം. 3ാമത്തെ പോയിന്റ് എന്താണ്, കണ്ടക്ട് എ റഫറൻഡം ഇൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, അതായത് അതിർത്തി പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു റഫറൻഡം എന്ത് ചെയ്യണം, നടത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹിതപരിശോധന എന്ത് ചെയ്യണം, അതിർത്തി പ്രദേശങ്ങളിൽ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ പോയിന്റ് എന്താണ് മക്കളെ, അപ്പോയിന്റ് എ കമ്മീഷൻ ടു ഡിറ്റർമൈൻ ദ ബോർഡേഴ്സ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. എന്താണ്, നമ്മൾ പറഞ്ഞു പഞ്ചാബിനെയും ബംഗാളിനെയും എന്ത് ചെയ്യണം, വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിഭജിക്കുന്ന സമയത്ത് പഞ്ചാബിന്റെയും ബംഗാളിന്റെയും അതിർത്തികൾ കൃത്യമായി മനസ്സിലാക്കാനായി, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ രണ്ടിനെയും വേർതിരിക്കാനായി, കൃത്യമായിട്ടുള്ള അതിർത്തികൾ നിർണ്ണയിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്മീഷനെ നിയമിക്കണം. ആ 2 പോയിന്റുകൾ പറഞ്ഞു. അതിനുശേഷം വരുന്ന 3ാമത്തെ പോയിന്റ് ആണ് എന്ത്, നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണം, അവർക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഏത് രാജ്യത്ത് അവർക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു ഹിതപരിശോധന നടത്തണം എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അങ്ങനെ 4 പോയിന്റുകൾ, 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. 4 പോയിന്റുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് എഴുതുക. മക്കളെ, ഇതിപ്പോ ഒരു എസ്സേ ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം, എന്താണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ, എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പോയിന്റുകളിലേക്കൊക്കെ കടക്കുക. സെറ്റാണല്ലോ. ഓക്കെ മക്കളെ, 13ാമത്തെ ചോദ്യം എന്താണ് മക്കളെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ മാനവ വിഭവശേഷി വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 4 പോയിന്റുകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ മക്കൾക്ക് എഴുതാൻ പറ്റുന്ന 1ാമത്തെ പോയിന്റ് ആണ് എന്ത്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്. അതായത് പണിയെടുക്കുന്ന ആളുകളുടെ, വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. 2ാമത്തെ പോയിന്റ് എന്താണ്, സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷുർഡ്. അതായത് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വെൽഫെയർ എന്ത് ചെയ്യുന്നു, നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ്. 3ാമത്തെ പോയിന്റ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് 4ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ്,
നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ എന്ത് പറയാം, ധാരാളം ആളുകൾ വ്യവസായ രംഗത്തേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. പിന്നെ വരുന്നൊരു പോയിന്റാണ് സാമ്പത്തിക അസമത്വം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറയ്ക്കാൻ പറ്റുന്നു. എക്കണോമിക് ഇനീക്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ആൻഡ് ആറാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള പോയിന്റ് കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പറയാം. മക്കൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി. സാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് പ്രകൃതി വിഭവങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ ഒരു നാട്ടിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ വെൽഫെയർ, ആ ഒരു സാമൂഹിക നീതി എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. പിന്നെ കൂടാതെ തൊഴിലെടുക്കുന്ന ആളുകളുടെ പ്രൊഡക്ടിവിറ്റി വൻതോതിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ധാരാളം പേര് സംരംഭക രംഗങ്ങളിലേക്ക് തൊഴിൽ ദാതാക്കളായിട്ട് മാറുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 14ാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കോട്ടൺ പരുത്തി ഉൽപാദനങ്ങളുടെ ഒക്കെ കേന്ദ്രമായി മുംബൈ വളരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമ്മുടെ പരുത്തി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട, കോട്ടൺ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ സെന്ററായി അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സെന്ററായിട്ട് മുംബൈ മാറാനായിട്ടുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പരുത്തി ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്നു എന്നുള്ള കാര്യമാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ മുംബൈയുടെ ചുറ്റുപാടുമുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ? സെറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? നമ്മുടെ മുംബൈ പോർട്ട് വഴി നമ്മൾ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളുടെയും ഈ ഒരു കോട്ടന്റെയും ഒക്കെ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ്. ആ ഒരു ചരക്ക് ഗതാഗതം വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. അതാണ് എന്ത്? രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഹ്യൂമൻ റിസോഴ്സിന്റെ അവൈലബിലിറ്റി ആണ് മക്കളെ. കൃത്യമായിട്ടുള്ള മാനവ വിഭവശേഷിയുടെ അവൈലബിലിറ്റി ആണ്. അവിടെ ധാരാളമായി മുംബൈ പ്രദേശങ്ങളിൽ, ആ മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ധാരാളം മാനവ വിഭവശേഷി, പണിയെടുക്കാൻ തയ്യാറായ, തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് എന്ത്? മൂന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ്? ചീപ്പ് അവൈലബിലിറ്റി ഓഫ് പവർ. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ്. അഞ്ചാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ശുദ്ധജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത്. ശുദ്ധജല ലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധജലത്തിന്റെ ലഭ്യത, അതുപോലെ തന്നെ ആളുകളെ വളരെ ചെറിയ കൂലിക്കൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആളുകളെ ലഭിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു ചരക്ക് ഗതാഗതം എന്നുള്ളത്. മുംബൈ പോർട്ട് വഴി ഉണ്ടാകുന്ന ചരക്ക് ഗതാഗതം എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്ന കാര്യം കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കൂടെ പറയാൻ പറ്റും. സെറ്റാണല്ലോ? ഓക്കെ മക്കളെ, 15ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? നമുക്ക് നാല് പോയിന്റുകൾ തന്നിട്ടുണ്ട്. നാല് സ്ഥലങ്ങളല്ല, നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ, ഇതിൽ പുഴയുണ്ട്, മലയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം? നമ്മുടെ മാപ്പിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിവർ നർമ്മദ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏത് വരുന്നത്? റിവർ നർമ്മദ വരുന്നത്. ഇപ്പൊ നമ്മൾ കച്ച് പറയുകയാണെങ്കിൽ, ബേ ഓഫ് കച്ച് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? ബേ ഓഫ് കച്ച് വരുന്നത്. ഇനി നീൽഗിരി നോക്കുകയാണെങ്കിൽ മക്കളെ ഏകദേശം നമ്മുടെ ഈ തമിഴ്നാട് ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത് മക്കളെ? നീലഗിരി വരുന്നത്. കൂടാതെ ഇനി നമ്മുടെ കൊൽക്കത്ത വരുമ്പോൾ മക്കളെ വെസ്റ്റ് ബംഗാളിലാണ് എന്ത് വരുന്നത്? കൊൽക്കത്ത വരുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യണം? ഇതിപ്പോ സാർ എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക്കൽ മാപ്പാണ്. മക്കൾക്ക് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എവിടെയാണ് ആ കാര്യങ്ങൾ വരുന്നത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്താൻ കഴിയണം. ഓക്കെ ആണല്ലോ? സെറ്റ്. മക്കളെ, 16ാമത്തെ ചോദ്യം മുതൽ പാർട്ട് ബിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറിച്ച കലാപത്തിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നെന്താണ് മക്കളെ? ഉയർന്ന നികുതിയാണ്.
ഹൈ ടാക്സ് ആണ്. രണ്ടാമത്തേത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നികുതി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എന്തെഴുതാം, സം ടാക്സ് ഷുഡ് പേ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, അതായത് ചില നികുതികൾ എന്ത് ചെയ്യണമായിരുന്നു, പണത്തിന്റെ രൂപത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ള പോയിന്റ് ആയിരുന്നു. പിന്നെ എന്താണ്, നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ കൃഷിഭൂമികളൊക്കെ അവർ കൈയടക്കി എന്നുള്ളതാണ്. അതായത് കുറിച്യ കലാപത്തിന് കാരണമായിട്ടുള്ള, കുറിച്യ റിവോൾട്ടിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നാണ് കുറിച്യരുടെ കർഷക ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നുണ്ട്. ഉയർന്ന നികുതിയാണ് അവർ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചില നികുതികൾ എന്ത് ചെയ്യണമായിരുന്നു, പണം രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു, കൊടുക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ മക്കളെ, ആ ഒരു പാർട്ട് ബിയിൽ, അതായത് 16ാമത്തെ ചോദ്യത്തിലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ, റൈറ്റ് എനി 3 ലെജിസ്ലേഷൻസ് ബൈ ബ്രിട്ടീഷ് ഫോർ അബോളിഷിംഗ് സോഷ്യൽ ഇവിൽസ്. അതായത് കാര്യം ബ്രിട്ടീഷുകാർ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ചില ദുരാചാരങ്ങളൊക്കെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വേണമെങ്കിൽ മക്കൾക്ക് ഏതൊക്കെ എഴുതാം. ഒന്ന്, ചൈൽഡ് മാരേജും അതുപോലെ തന്നെ പോളിഗമി എന്ത് ചെയ്തു, അവർ നിരോധിച്ചു എന്നുള്ളതാണ്. അതായത് ശൈശവ വിവാഹവും അതുപോലെ തന്നെ ബഹുഭാരത്വവും എന്ത് ചെയ്തു, അവർ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺഭ്രൂണഹത്യ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സതി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ എന്താണ്, 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, വിധവാ പുനർവിവാഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് എഴുതി വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യും, ബാൻഡ് വിഡോ റീമാരേജ് എന്നുള്ള പോയിന്റ് അറിയാതെ എഴുതിപ്പോവും. അതായത് മക്കൾ ഇങ്ങനെ എഴുതി വരികയാണ്, സതി നിരോധിച്ചു, അതുപോലെ തന്നെ അടിമത്തം നിരോധിച്ചു, അതുപോലെ തന്നെ 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു. സ്വാഭാവികമായിട്ടും അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതുക എന്ന് വിചാരിക്കുക, വിധവകളുടെ പുനർവിവാഹം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഒരു 3 പോയിന്റ് നിരോധിച്ചു എന്ന് എഴുതിയതുകൊണ്ട് തന്നെ 4ാമത്തേത് നിങ്ങൾക്ക് എന്ത് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും, നിരോധിച്ചു എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ സൂക്ഷിക്കുക, വിധവാ പുനർവിവാഹം അവർ നിരോധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ മക്കളെ, 17ാമത്തെ ചോദ്യം എന്താണ് മക്കളെ, ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാര് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് എന്ത്, 1ാമത്തെ ചോദ്യം. എന്തൊക്കെ പറയാൻ പറ്റും മക്കളെ? ഒന്ന്, ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ അവരങ്ങോട്ട് കയറ്റുമതി ചെയ്തു. രണ്ടാമത്തേത്, അവരെന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷ് പ്രൊഡക്ട്സ്, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കള് ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കുകയും അതിൽ നിന്ന് അവർ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ത് എഴുതാം, സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് ആണ് എന്ത്, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള നികുതികൾ എന്ന് പറയുന്നത്. അപ്പൊ 4 പോയിന്റ് സാറ് പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്തുള്ള നികുതിയാണ്. 2, ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവർക്കായിട്ട് പണിയെടുത്തിട്ടുള്ള, അവർക്കായിട്ട് ജോലി ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടുള്ള ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും മുതലായ ആനുകൂല്യങ്ങളിലൂടെയാണ്. 3ാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് മക്കളെ എന്ത്, ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവിടെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ ഇവിടെ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കുകയും അങ്ങനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, ലാഭം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിന്റും കൂടി എന്ത് ചെയ്യുക, ഇവിടെ ഓർത്ത് വെക്കുക. സെറ്റാണല്ലോ. ഓക്കെ മക്കളെ, ഇനി അതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതായിരുന്നു എന്ത്, നീൽ ദർപ്പൺ എന്ന് പറഞ്ഞ നാടകം എഴുതിയിട്ടുള്ളത് ആരാണ്, അതിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്. മക്കളെ, അതിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് നീൽ ദർപ്പൺ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാർക്ക് തരും. എന്തൊക്കെയാണ് അതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ അതിനൊരു 2 മാർക്കും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഒന്നാമത്തേത്, നീൽ ദർപ്പൺ എഴുതിയിട്ടുള്ളത് ദീനബന്ധു മിത്രയാണ്. എന്താണ് അതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? മക്കളെ, നമ്മുടെ ബംഗാളിലുള്ള നീലം കർഷകർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും യാതനകളും ദുരിതങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നാടകത്തിലൂടെ പുറത്തു വരുന്നത്. അത് ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകളെ അത് സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയുള്ളൂ. സുരേന്ദ്രനാഥ ബാനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബംഗാളിലുള്ള നീലം കർഷകരുടെയും ഒക്കെ
ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോരാടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഈ ഒരു നാടകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ആ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്, ആ ഒരു ചോദ്യത്തിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 18ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നെന്താണ്, അത് 150 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. പിന്നെ വരുന്ന എന്താണ്, നമ്മുടെ ദിനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് ലൈനായിട്ട്, ഒരു അടിസ്ഥാന രേഖയായിട്ട് വരുന്നതാണ് ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഡേയ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ലൈൻ. അതായത് ആ ഒരു ലൈനിന്റെ രണ്ട് ഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്ത് ചെയ്യുക, അനുഭവപ്പെടുക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഓക്കെ ആണല്ലോ? സാറ് ജസ്റ്റ് ബ്രീഫായിട്ട് പോയിന്റുകളായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫുൾ മാർക്ക് കിട്ടും. ഒന്നാമത്തെ പോയിന്റ്, അതൊരു 150 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. നമ്മുടെ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ദിവസങ്ങൾ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന രേഖയായിട്ട് വരുന്നതാണ് ഈ ഒരു രേഖ എന്ന് പറയുന്നത്. ഈ ഒരു രേഖയുടെ രണ്ട് ഭാഗത്തും എന്തായിരിക്കും, വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്ത് ചെയ്യുക, അനുഭവപ്പെടുക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഇവിടെ ഓർത്തു വെക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, അതിലെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വിച്ച് ആർ ദ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. അതായത് മൺസൂൺ കാറ്റുകളുടെ രൂപപ്പെടലിൽ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ഏതൊക്കെയാണ്? ഒന്ന്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, അതായത് സൂര്യന്റെ ആ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന കാര്യം. രണ്ടാണ് കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്, കൊറിയോളിസിസ് ബലം എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് എന്ത്, നമ്മുടെ ഹീറ്റിംഗിൽ ഉണ്ടാവുന്ന ഡിഫറൻസുകൾ എന്ന് പറയുന്നത്, സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 19ാമത്തെ ചോദ്യം എന്താണ് മക്കളെ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് തിയറീസ് ഇൻ റിലേഷൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. അതായത് രാഷ്ട്ര രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ട് തിയറികൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? ഒന്നാമത്തേതാണ് ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്, ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയാണ്. കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, അതായത് രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്, അതായത് രാജാവിന് ആകെ ഉത്തരം പറയേണ്ടി വരിക ആ ഒരു ദൈവത്തിന്റെ മുന്നിൽ മാത്രമാണ് എന്ന് പറയുന്നതാണ് ഏത് മക്കളെ? ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ വരുന്നതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ എന്താണ് വരുന്നത്? സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോൺട്രാക്ട് ബൈ ദ പവർ ബൈ ദ സ്ട്രോങ് പീപ്പിൾ. അതായത് ഒരു സമൂഹത്തിലെ ജനങ്ങൾ ഒരു കരാറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു രാഷ്ട്രത്തിന് രൂപം കൊടുക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഉടമ്പടിക്ക് രൂപം കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് സിദ്ധാന്തങ്ങളും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫുൾ മാർക്ക് നേടാൻ പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, രണ്ടാമത്തെ ചോദ്യം, അതിലെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ പൗരബോധം വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ കുടുംബങ്ങൾക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ്. മക്കളെ എന്താണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, നമ്മളെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കുന്നതൊക്കെ എവിടെ നിന്നാണ്? കുടുംബങ്ങളിൽ നിന്നാണ്. കൂടാതെ നമ്മൾ ധാരാളം സോഷ്യൽ സർവീസുകളിലും അതുപോലെ തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത് എവിടെ വെച്ചാണ്? ഫാമിലിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് എ സിവിക് കോൺഷ്യസ്നെസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രചോദനം എന്നൊക്കെ പറയുന്നത് നിങ്ങളിൽ പൗരബോധം രൂപപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് പറയാൻ പറ്റുക, ദ കൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫോർ ദ ഫാമിലി ആൻഡ് ഈച്ച് ഫാമിലി ഈസ് ഫോർ സൊസൈറ്റി ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ദ ഫാമിലി അറ്റ്മോസ്ഫിയർ. അതായത് ഓരോ വ്യക്തിയും കുടുംബത്തിൻ്റെതാണെന്നും ഓരോ കുടുംബവും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളൊക്കെ ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ ഏത് ഭാഗമാണ് മക്കളെ? കുടുംബമാണ് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യവുമായിരിക്കും. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പൗരബോധം മെച്ചപ്പെടാൻ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടാൻ എങ്ങനെയാണ് കുടുംബങ്ങൾ സഹായിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, 20ാമത്തെ ചോദ്യം എന്താണ്? ഹൗ ടു ഓവർകം ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ സിവിക് കോൺഷ്യസ്നെസ്. അതായത് എന്താണ്
ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? ഒന്ന്, ഇൻഡിവിജ്വൽ ഷുഡ് ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി. അതായത് എന്ത് ചെയ്യണം? നമ്മൾ ജനാധിപത്യപരമായിട്ട് പെരുമാറണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഓരോ വ്യക്തിയും താൻ എടുക്കുന്ന നിലപാടുകളെയും തൻ്റെ പ്രവൃത്തികളെയൊക്കെ എന്ത് ചെയ്യണം? വിമർശനാത്മകമായിട്ട് എന്ത് ചെയ്യണം? വിലയിരുത്തണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ മൗലിക അവകാശങ്ങൾക്കും അതുപോലെ തന്നെ ചുമതലകൾക്കും എന്ത് ചെയ്യണം? തുല്യ പരിഗണന നൽകണം. കൂടാതെ തന്നെ എന്ത് ചെയ്യുക? ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാൻ നോക്കുക. കൂടാതെ തന്നെ എന്ത് പറയാൻ മക്കളെ? ഷുഡ് വർക്ക് ഫോർ വൺസ് ഇൻട്രസ്റ്റ് വിതൗട്ട് ഗോയിങ് എഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് ബാക്കിയുള്ള ആളുകളുടെ അവകാശങ്ങളെയോ അവരുടെ സന്തോഷങ്ങളെയോ ഒന്നും മറികടക്കാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് പരിഗണിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക. രണ്ട്, നിങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക. കൂടാതെ തന്നെ എന്താണ്? ജനാധിപത്യപരമായിട്ട് ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു സമൂഹത്തിൽ ഇടപെടുക. കൂടാതെ തന്നെ എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി നോക്കുക. അതായത് നിങ്ങൾക്കൊരു മാറ്റം അവിടെ ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് ആരെങ്കിലും ഒക്കെ പെറുക്കി കളഞ്ഞൂടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ തന്നെ ആ ഒരു പ്ലാസ്റ്റിക് ഒക്കെ മാറ്റാനൊക്കെ ഒന്ന് മുൻകൈ ഇട്ടൊക്കെ ഇറങ്ങുക. കൂടാതെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് മക്കളെ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രയത്നിക്കുക. പക്ഷെ അതൊരിക്കലും വേറൊരാളുടെ സ്വപ്നങ്ങളെയോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയോ ഒന്നും തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും എടുക്കുക. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മക്കളെ, ഇനി വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം. ഇത് ജസ്റ്റ് സോഷ്യോളജി ആയി പോയതാണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഒന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് ഏത്? കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് താരതമ്യ രാഷ്ട്രീയമാണ്, ഒന്ന് അന്തർദേശീയ രാഷ്ട്രീയമാണ്, ഒന്ന് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ്. കൂടാതെ ഒന്ന് ഏതാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, ഇനി വരുന്നത് 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുനയവുമായിട്ട് ബന്ധപ്പെട്ട ധനനയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ധനനയത്തിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് മക്കളെ ധനനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗവൺമെന്റ് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെബിറ്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. അതായത് നമ്മുടെ പൊതുചെലവുകൾ, അതുപോലെ തന്നെ നമ്മുടെ പൊതുവരുമാനം, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പൊതുകടം, 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? പൊതുചെലവ്, പൊതുകടം, പൊതുവരുമാനം തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ആ ഒരു നയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധനനയം എന്ന് പറയുന്നത്. മക്കളെ, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ധാരാളം തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്? അനാവശ്യ ചെലവുകൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നുള്ളതാണ്. 3 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത നേടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണ്? അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 പോയിന്റാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ധനനയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? റിസർവ് ബാങ്കിന്റെ 4 പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നെന്താണ്? ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ് മക്കളെ? റിസർവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആക്ട് ആസ് ദ കൺട്രോളർ ഓഫ് ദി ക്രെഡിറ്റ്, അതായത് കടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്നതൊക്കെ ആരാണ്? റിസർവ് ബാങ്ക് ആണ്. കൂടാതെ തന്നെ കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പൊ 4 പോയിന്റുകൾ പറഞ്ഞു. ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നയാള്, അതുപോലെ തന്നെ എന്താണ്? കറൻസി നോട്ടുകൾ, നമ്മുടെ കറൻസി ഒക്കെ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ആരാണ് മക്കളെ? അത് റിസർവ് ബാങ്ക് ആണ്. ഈ 4 പോയിന്റുകൾ എന്ത് ചെയ്യുക? റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ
ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? GST കൗൺസിലിന്റെ പ്രധാനപ്പെട്ട പ്രപ്പോസൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ടാക്സ്, സെസ്, സർചാർജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? GSTയുമായിട്ട് മെർജ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ദ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ GST, അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ എന്ത് ചെയ്യണം? GSTയുടെ അണ്ടറിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? GST റേറ്റുകൾ മനസ്സിലാക്കണം, തീരുമാനിക്കണം. പിന്നെ എന്താണ്? ദ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിംഗ് ദ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഇൻ ടു GST, അതായത് GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു സമയം എന്ത് ചെയ്യണം? നിശ്ചയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഡിറ്റർമൈനിങ് ദ ടാക്സ് എക്സംഷൻസ് ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ, അതായത് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ആരാണ്? അത് GST കൗൺസിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ് മക്കളെ? എന്താണ് ഈ ബാങ്കിങ്? അതിന്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മക്കളെ, എന്താണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്? ബാങ്കിങ് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഈസ് നോൺ ആസ് ഇ ബാങ്കിങ്, അതായത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്താ പറയുന്നത്? അതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മെറിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, മണി ക്യാൻ ബി സെൻഡ് ആൻഡ് ബിൽസ് ക്യാൻ ബി പെയ്ഡ് എനിവെയർ ഇൻ ദ വേൾഡ് ഫ്രം ഹോം, അതായത് നമുക്ക് നമ്മുടെ ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് നമ്മുടെ പണം അടയ്ക്കാനും നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ് മക്കളെ? സമയം ധാരാളം ലാഭിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ് മക്കളെ? സർവീസ് ചാർജ് വളരെ കുറവാണ്. സർവീസ് ചാർജ് എന്താണ്? വളരെ കുറവാണ്. അപ്പൊ 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, സർവീസ് ചാർജ് വളരെ കുറവാണ്, സമയം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്, ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഏത് ബില്ലോ അല്ലെങ്കിൽ നമ്മുടെ ലോണുകളൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അടയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഈ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മകളെ, അടുത്ത ചോദ്യം എന്താണ്? ഏരിയൽ സർവേയുടെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നെന്താണ്? എയർക്രാഫ്റ്റ്സിന്റെ, നമ്മുടെ വിമാനങ്ങളുടെ ഒക്കെ ആ ഒരു കുലുക്കം എന്ത് ചെയ്യും? നമ്മുടെ ഫോട്ടോകളുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്, അതായത് വളരെ വലിയൊരു ഏരിയയുടെ ഒന്നും ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എടുക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? ദ എയർക്രാഫ്റ്റ്സ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്, അതായത് അവയ്ക്ക് പറന്നുയരാനും അതുപോലെ തന്നെ പറന്നിറങ്ങാനും വളരെ വലിയൊരു സ്ഥലം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന എന്താണ്? ഒരു പോയിന്റ് എന്താണ് മക്കളെ? ലാൻഡിങ് ദ എയർക്രാഫ്റ്റ് ഫ്രീക്വന്റ്ലി ഫോർ റീഫ്യൂലിംഗ് ഇൻക്രീസസ് ദ കോസ്റ്റ്, അതായത് പല തവണയായിട്ട് നമ്മൾ ഈ ഒരു വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനായിട്ട് താഴെ ഇറക്കുന്നത് എന്താണ്? നമ്മുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം 4 പോയിന്റുകൾ പറഞ്ഞു. ഒന്നെന്താണ്? വിമാനത്തിനുണ്ടാവുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കും. വലിയൊരു ഏരിയ ഒന്നും നമുക്ക് ഒരിക്കലും ചിത്രത്തിൽ പകർത്തിയെടുക്കാൻ സാധിക്കില്ല. ഈ വിമാനങ്ങൾക്ക് പറന്നു വരാനും അതുപോലെ തന്നെ പറന്നിറങ്ങാനും വലിയൊരു ഏരിയ തന്നെ ആവശ്യമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ എന്താണ്? ഇവയ്ക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് താഴത്ത് പറന്ന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ് എന്ത് ചെയ്യുക? ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? നമുക്കൊരു ഗ്രിഡ് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ എടുത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം 8536 ബന്ധപ്പെട്ട ഗ്രിഡ് ഏതാണ്? അല്ലെങ്കിൽ വിച്ച് ഫീച്ചർ ഹാസ് ഗ്രിഡ് റിഫറൻസ് 8536 ബന്ധപ്പെട്ട ഏതാണ് മക്കളെ? അത് ഫോർട്ട് ആണ്. പിന്നെ എന്താണ്? ട്യൂബ് വെല്ലുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുഴൽക്കിണറുമായിട്ട് ബന്ധപ്പെട്ട എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് മക്കളെ? അത് 8137 ആണ്. പിന്നെ വരുന്ന എന്താണ്? വിച്ച് ഫീച്ചർ ഹാസ് ഗ്രിഡ് റെഫറൻസ് 82232 എന്ന് പറയുന്നത് ഏത് ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഗ്രിഡ് റെഫറൻസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണ് മക്കളെ? അത് ശവപ്പറമ്പാണ്. പിന്നെ വരുന്ന പോയിന്റ് എന്താണ് മക്കളെ? നമ്മുടെ ആ ഒരു കിണറിന്റെ 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എത്രയാണ് മക്കളെ? അത് 846371 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പറയാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? നമുക്ക് താഴെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സമ്മർ സോളിസൈഡ്സ് ഉണ്ട്, വിന്റർ സോളിസൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിനോക്സ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ഗ്രീഷ്മ അയനാന്ത ദിനമുണ്ട്, ശൈത്യ അയനാന്ത ദിനമുണ്ട്, അതുപോലെ തന്നെ വിഷുവങ്ങൾ തന്നിട്ടുണ്ട്. ഈ 3ഉമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെന്തൊക്കെയാന്നുള്ള കാര്യം എന്ത് ചെയ്യണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ മക്കളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക?
ഏത് ദിവസമാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഏത് ആ ഒരു രേഖ ഏതാണ്? ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ ഇന്ന ദിവസം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതായത് സൂര്യന്റെ ആ ഒരു സ്ഥാനം ഏത് രേഖയ്ക്ക് മുകളിൽ ഏത് ദിവസം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. കൂടാതെ അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൂടി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ചൈത്യായനാന്ത ദിനവുമാണെങ്കിൽ അതുപോലെ തന്നെ ഏത് രേഖയ്ക്ക് മുകളിൽ ഏത് ദിവസം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതുക. ഇപ്പോൾ വിഷുവങ്ങളാണെങ്കിൽ എന്താണ്? നമ്മുടെ ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യൻ എത്തുന്ന സമയത്താണ് വിഷുവങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ വിഷുവങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ്? പകലിനും രാത്രിക്കും തുല്യ അളവായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? രണ്ട് ധ്രുവങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വിഷുവങ്ങളിലായിരിക്കുന്ന സമയത്ത്, വിഷുവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും? പകലിനും രാത്രിക്കും ഒരേ അളവായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണ് അയനം എന്നുള്ളത്, സൂര്യൻ്റെ അയനം എന്താണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. ഇനി വരുന്നത് എന്താണ് മക്കളെ? അതിലുള്ള അടുത്ത ചോദ്യം എന്തായിരുന്നു? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ട്രേഡ് വിൻസ് ആൻഡ് വെസ്റ്റേർലി വിൻസ്, അതായത് വാണിജ്യവാദങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക? അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, ഇനി നമ്മൾ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മുടെ 6 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ്. എന്താണ് മക്കളെ മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തോടെ കോളനികളിൽ കച്ചവടക്കാരെ ഏൽപ്പിച്ചിട്ടുള്ള ചില നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുള്ള ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? എന്താണ് മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറഞ്ഞതിന് ശേഷം ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അതിനുശേഷം വരുന്നതാണ് എന്ത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് എഴുതണം? കൃത്യമായിട്ട് അത് ഏത് വർഷമാണ് നടന്നിട്ടുള്ളത്, എവിടെയാണ് നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ആ ഒരു സമ്മേളനത്തിൽ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഏത് വർഷം, എവിടെയാണ് നടന്നിട്ടുള്ളത്, എന്താണ് അതിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ. ഇപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിലാണെങ്കിൽ ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് അവർ തെരഞ്ഞെടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എഴുതുക. മക്കളെ 6 മാർക്കിന്റെ ചോദ്യമാണ്. 6 മാർക്കിന്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് 2, 2, 2 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിവിഷൻ ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾക്കും ആവശ്യമായിട്ടുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? എസ്സേ നല്ല വൃത്തിക്ക് എഴുതുക. ഓക്കെ ആണല്ലോ? വൃത്തി മീൻസ് നല്ല ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും എല്ലാ ഇൻപുട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ്. മക്കളെ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? ഫാസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളതാണ്. ഒന്നെന്താണ്? ജനാധിപത്യത്തിനെതിരായിരുന്നു എന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ എന്താണ്? രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറയാം. യുദ്ധത്തെ അതുപോലെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്താണ്? സോഷ്യലിസത്തിന് എതിരായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ആ ഒരു വംശത്തിന്റെ മഹത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വളരെയധികം പ്രശംസിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം രൂപീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? ഡിഫീങ് ദ പാസ് ഇൻഡോക്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം, സാഹിത്യം, കല എന്നിവയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ആൻഡ് അവസാനം നമുക്ക് എന്ത് പറയാൻ പറ്റും? മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, അതായത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഉന്മൂലനം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? അവരുടെ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? അവിടെ നീങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹിറ്റ്ലറിനെയും മുസോളിനെയും പോലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എസ്സേ വായിക്കുന്ന ഒരു സമയത്ത് തന്നെ ആ ടീച്ചർക്ക്
ഇയാൾ കൊള്ളാലോ, നമുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു ഇംപ്രഷൻ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പോൾ മക്കളെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ചോദ്യങ്ങളും 25 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക, ഏറ്റവും സൂപ്പറായിട്ട് പഠിക്കുക. നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഗൈസ്, താങ്ക് യു.